ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ യേശുനാഥൻ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെ സംബന്ധിച്ചുള്ള പ്രബോധനം നൽകുകയാണ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 37 വരെയുള്ള വചനഭാഗത്താണ് നാം ഇത് കാണുന്നത്. ഈ വചനഭാഗത്തെ ചെറിയ യുഗാന്ത പ്രഭാഷണം എന്ന് വിളിക്കുന്നുണ്ട്. ഇന്നത്തെ ധ്യാന വിഷയം ആദ്യത്തെ 5 വാക്യങ്ങളാണ്, 20 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തിലെ ആദ്യത്തെ 2 വചനങ്ങൾ ശ്രദ്ധേയമാണ്. ഫരീസയരുടെ ചോദ്യവും യേശുവിൻ്റെ മറുപടിയും. ഇന്നലത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിച്ചു 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്ന വചനം. അവിടെ സ്വജാതീയരും ഒരു വിജാതീയനും ഉൾപ്പെടെ 10 കുഷ്ഠരോഗികൾക്ക് യേശു ദൈവരാജ്യ അനുഭവം സന്നിഹിതമാക്കി കൊടുക്കുകയാണ്. തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ വായന. ഈ അത്ഭുതത്തിന് ശേഷമാണ് ഫരീസയർ യേശുവിനോട് ചോദിക്കുന്നത്, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന്. നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ദൈവരാജ്യം പ്രഘോഷിക്കുകയായിരുന്നു. അവൻ്റെ പ്രഘോഷണമാകെ സമാഗതമായ ദൈവരാജ്യമാണ്. ദൈവരാജ്യം ദൃശ്യമാണ് എന്ന് യേശു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യഹൂദരോട് മുമ്പ് തന്നെ അടയാള സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഫരീസയർ ഈ ചോദ്യത്തിന് മുതിരുകയാണ്, എപ്പോഴാണ് ദൈവരാജ്യം വരുന്നത്? യഹൂദ സംസ്കാരത്തിൽ ദൈവരാജ്യത്തിൻ്റെ മിശിഹായുടെ ആഗമനം ഭാവിയിലെങ്ങോ പ്രതാപപൂർണമായി പ്രത്യക്ഷമായ ശക്തിയുടെ പ്രകടനങ്ങളോടെ സംഭവിക്കാനിരിക്കുന്നതാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. ഇപ്രകാരം മിശിഹ വന്ന് തങ്ങളുടെ രാജ്യം വീണ്ടെടുത്തു തരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതായിരുന്നു അവരുടെ മിശിഹ സങ്കല്പം. ദൈവരാജ്യമെന്ന യാഥാർത്ഥ്യം ചോദ്യകർത്താക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശുനാഥൻ മറുപടി നൽകുന്നത്. യേശുവിൻ്റെ പ്രതിയോഗികൾ പ്രതീക്ഷിക്കുന്ന പോലെ ദൈവരാജ്യം വരുന്നത് തെളിയിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ തക്ക പ്രത്യക്ഷമായ അടയാളങ്ങൾ ആകാശത്ത് നിന്നുണ്ടാകുകയില്ല. ദൈവരാജ്യത്തിൻ്റെ വരവ് നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമല്ല. ദൈവഭരണം സ്ഥലകാല ബന്ധിതമല്ല. ഇതാ അവിടെ, ഇതാ ഇവിടെ എന്നാർക്കും പറയുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവരാജ്യം ചോദ്യകർത്താക്കളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യം ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ്. യേശുവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നും അവിടുന്ന് പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള പുനരാഗമനത്തിനായി ജാഗ്രതയോടെ കാത്തിരിക്കാനും യേശു അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ജാഗ്രതയോടെ കർത്താവിൻ്റെ 2ാം വരവിനായി കാത്തിരിക്കേണ്ടവരാണ്. ജാഗ്രതയോടെ കാത്തിരിക്കുക എന്നാൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുക എന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രിസ്തു സംഭവം ധ്യാനിച്ചും പഠിച്ചും ക്രിസ്തു നൽകിയ കൽപ്പനകൾ പാലിച്ചും വചനങ്ങൾ ജീവിച്ചും ക്രിസ്തു ചെയ്തതുപോലെ പുണ്യപ്രവർത്തികൾ ചെയ്തും നമുക്ക് മറ്റൊരു ക്രിസ്തുവായി ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി മാറുവാൻ സാധിക്കുകയുള്ളൂ, ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു ക്രിസ്തുവാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗം സ്വന്തമാക്കുവാൻ ദൈവം നിങ്ങളെ മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.